ഹലോ, വെൽക്കം ടു ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. തംബ്നെയിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൈറ്റാണ്, ഫ്യൂച്ചർ സൂപ്പർ ഫൈറ്റ് എന്നൊക്കെ പറയാം. ഇസ്ലാം ആൻഡ് ലിയോൺ എഡ്വേർഡ്സ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ചെറിയ റിക്വസ്റ്റാണ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര് ദീപക്_അശോകൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അവിടെ നമ്മുടെ മിക്സ്ഡ് മാർഷൽ ആർട്സ് എല്ലാ മാർഷൽ ആർട്സ് വിശേഷങ്ങളും നമ്മൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അതിൽ ഇതുപോലെ വാചകടിയില്ല, അവിടെ നേരെ ആക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇസ്ലാം മഖഷേവ് ആൻഡ് ടൊപ്പൂരിയ, ആ ഫൈറ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ടൊപ്പൂരിയ മോശക്കാരനൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഹാൻഡ് പവർ ഭയങ്കരമാണ്, ഇസ്ലാമിനേക്കാളും ഭയങ്കരമാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് ജയിക്കുക എന്നുള്ളത് ഒരു പക്ഷേ ടൊപ്പൂരിയക്ക് ഇത്തിരി ഒരു നല്ല കഷ്ടപ്പാടായിരിക്കും, കടന്ന കൈയായിരിക്കും. പക്ഷേ ഇസ്ലാം വേഴ്സസ് ലിയോൺ എഡ്വേർഡ്സ് അങ്ങനൊരു ഫൈറ്റ് അല്ല. കാരണം ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ഇസ്ലാം ടൊപ്പൂരിയ ഫൈറ്റ് നടക്കുകയാണെങ്കിൽ ആര് ജയിക്കും? ഞാൻ പ്രഡിക്ഷനിൽ ഇസ്ലാമിൻ്റെ പേരെ പറയത്തുള്ളൂ. പക്ഷേ ഇസ്ലാം വേഴ്സസ് ലിയോൺ എഡ്വേർഡ്സ് ഫൈറ്റ് നടക്കുകയാണെങ്കിൽ എന്നോട് പ്രഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കറങ്ങിപ്പോവും. കാരണം ആര് ജയിക്കും എന്ന് പറയാൻ പറ്റില്ല. കാരണം വൺ റീസൺ ഈസ് ദാറ്റ് ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിയോൺ ഹയർ വെയ്റ്റ് കാറ്റഗറിയിലുള്ള ആളാണ്, അതായത് വെൽട്ടർ വെയ്റ്റ് ആണ്. ഇനിയും രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം ഫൈറ്റ് ചെയ്യുന്നത് ലൈറ്റ് വെയ്റ്റിലാണെങ്കിലും പുള്ളി നാച്ചുറലി ഒരു വെൽട്ടർ വെയ്റ്റ്, മിഡിൽ വെയ്റ്റിലൊക്കെ പോകും. അവർ നാച്ചുറൽ വെയ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്, പുള്ളിയുടെ ഫൈറ്റ് ചെയ്യാതിരിക്കുമ്പോൾ പുള്ളിയുടെ വെയ്റ്റ് ചിലപ്പോൾ കൂടുമായിരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ ലിയോൺ എഡ്വേർഡ്സിന് സമമായിരിക്കും. അപ്പോൾ ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ നമ്മൾ കറങ്ങിപ്പോകും. പിന്നെ സ്കിൽ വൈസ് നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡപ്പ് അറിയാമല്ലോ, ലിയോൺ എഡ്വേർഡ്സ് പണ്ട് മുതലേ സ്റ്റാൻഡപ്പ് പുള്ളിയുടെ ഭീകരമാണ്. അപ്പോൾ ഇപ്പോൾ അതിനേക്കാളും കൂടിയിട്ടുണ്ട്. ഇസ്ലാമും പണ്ടത്തെ ഇസ്ലാമല്ല, ഇപ്പോൾ സ്റ്റാൻഡപ്പും ക്ലാസിക്കാണ്. അത് കട്ടയ്ക്ക് നിൽക്കും. ഇപ്പോൾ എന്താണ് പറയുക, ലിയോൺ എഡ്വേർഡ്സ് കമാറു ഉസ്മാൻ സെക്കൻഡ് ഫൈറ്റിൽ ഹൈ ഹെഡ് കിക്കായിരുന്നു. ഇസ്ലാം മഖഷേവ് ഹൈ ഹെഡ് കിക്ക് ചെയ്തിട്ടാണ് വോൾക്കിനെ താഴെ വീഴ്ത്തിയത്. അപ്പം രണ്ടുപേരും പഞ്ചിങ് നല്ലതാണ്, സ്റ്റാൻഡപ്പ് സൂപ്പർബാണ്, രണ്ടുപേരുടെ കട്ടയ്ക്ക് നിൽക്കും. അവിടെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നൊരെണ്ണം വരുന്നത് ഗ്രാപ്ലിംഗ്, റെസ്ലിംഗ്, ഗ്രൗണ്ട് ഗെയിം ഒക്കെയാണ്. അപ്പോൾ ഓബ്വിയസ്ലി അത് ഇസ്ലാം മഖഷേവ് എന്നാണ് സാധാരണ എല്ലാവരും വിചാരിക്കുക. കാരണം ദാഗിസ്ഥാനിയാണ്, അവർക്കതുണ്ട്, രക്തത്തിൽ തന്നെ ഉണ്ട്. ഏത് റെസ്ലിംഗ്, ജൂഡോ, ഗ്രൗണ്ട് ഗെയിം, ഇതെല്ലാം എന്നും പറഞ്ഞ് നമ്മൾ ലിയോൺ എഡ്വേർഡ്സിനെ പെട്ടെന്ന്, ഈ സാധാരണ കളി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണാത്ത ആളുകൾ ഉടനെ പറയാം ലിയോൺ എഡ്വേർഡ്സിൻ്റെ അത് മോശമാണെന്ന്. ഒരിക്കലുമല്ല മൈ ഡിയർ ഗൈസ്. ബിക്കോസ് പണ്ടത്തെ ലിയോൺ എഡ്വേർഡ്സ് അല്ല ഇപ്പോൾ. കാരണം പണ്ട് എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ലിയോൺ എഡ്വേർഡ്സ് വേഴ്സസ് കമാറു ഉസ്മാൻ്റെ ഒരു ഫസ്റ്റ് ഫൈറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് കമാറു ഉസ്മാൻ ലിയോൺ എഡ്വേർഡ്സ് സ്റ്റാൻഡപ്പ് ഈക്വലായിരുന്നു. പക്ഷേ ലിയോണിൻ്റെ റെസ്ലിംഗ് അന്ന് അത്രയില്ല. അത് യൂസ് ചെയ്തുകൊണ്ട് കമാറു ഉസ്മാൻ പുള്ളിനെ പരാജയപ്പെടുത്തുകയുണ്ടായി. അതിനുശേഷം ലിയോൺ നല്ലോണം അധ്വാനിച്ചു. ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പുള്ളി നേരെയാക്കിയെന്ന് മാത്രമല്ല, ഹൈ ലെവലിൽ പോയി. അതായത് റെസ്ലിംഗ്, ജൂഡോ ആൻഡ് ഗ്രൗണ്ട് ഗെയിം, ജുജുത്സു. അപ്പോൾ ഇസ്ലാം നേരെ വന്ന് ഓടിക്കേറി വന്നങ്ങ് താഴെയിട്ട് തീർക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത്ര ഈസി ആയിരിക്കില്ല. കാരണം ലിയോൺ ആ ഒരു മേഖലയിലും ഹൈ IQ വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫൈറ്റ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം രണ്ടുപേരും ഹൈലി സ്കിൽഡാണ്. ഇസ്ലാം മഖഷേവ് ആ പൗണ്ട് ഫോർ പൗണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ആ എല്ലാ പൗണ്ടിലെയും ചാമ്പ്യന്മാരെ തോപ്പിച്ചു കഴിഞ്ഞാൽ പുള്ളി പൗണ്ട് ഫോർ പൗണ്ട് ബെസ്റ്റ് ഫൈറ്ററാണ് ഇപ്പോൾ ആണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ലിയോൺ എഡ്വേർഡ്സിനെ ചലഞ്ച് ചെയ്യുന്നത്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഇസ്ലാമാണ് ആദ്യമേ ചലഞ്ച് ചെയ്യുന്നത്. കാരണം പുള്ളി അതിന് നോക്കുമല്ലോ. അപ്പോൾ കമാറു ഉസ്മാൻ ആയിരുന്നു ചാമ്പ്യനെങ്കിൽ വെൽട്ടർ വെയ്റ്റിൽ പുള്ളിയെ ചെയ്യില്ല. കാരണം രണ്ടുപേരും ഒരേ ക്യാമ്പും ഫ്രണ്ട്സും ഒക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ലിയോൺ എഡ്വേർഡ്സ് ആയതുകൊണ്ടാണ് പുള്ളി ആ ചലഞ്ചിന് മുതിരുന്നത്. അപ്പോൾ അത് ഒരു തെറ്റ് പറയാൻ പറ്റില്ല. കാരണം ഹി വാണ്ട്സ് ടു ബി ദ പൗണ്ട് ഫോർ പൗണ്ട് ബെസ്റ്റ് ഫൈറ്റർ. ലിയോൺ എഡ്വേർഡ്സ് ഹാപ്പിയാണ്. അപ്പോൾ അത് ദുബായിലൊക്കെ വെച്ച് നടത്തി കഴിഞ്ഞാൽ നല്ല ക്യാഷും കിട്ടും. ലിയോൺ എഡ്വേർഡ്സ് ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞു. ഞാൻ അന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ, ആ ഒരു ഇത് ഇസ്ലാമിനുണ്ട്, ലിയോൺ എഡ്വേർഡ്സിനുണ്ട്. നമുക്ക് ലിയോൺ എഡ്വേർഡ്സിൻ്റെ കളി കാണാൻ തോന്നും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ രണ്ട് സൂപ്പർ സ്റ്റാർസ് തമ്മിലുള്ള ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോൾ സൂപ്പർബ് ഫൈറ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ സ്കിൽ വൈസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇഷ്ടമെന്ന് പറഞ്ഞാൽ രണ്ടുപേരെ ഇഷ്ടമാണ്. ഇസ്ലാമിനെ ഇഷ്ടമാണ്, ലിയോൺ എഡ്വേർഡ്സിനെ ഇഷ്ടമാണ്. അപ്പോൾ ആരെ പറയും നമ്മൾ? എന്തായാലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഫൈറ്റ് ഗംഭീരമായിരിക്കും, പൊളിയായിരിക്കും. ആദ്യം മുതൽ തുടക്കം മുതൽ അവസാനം വരെ പൊളിയായിരിക്കും.
നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പറയണ്ട, കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.